aspirants. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ 1000 MCQ for nurses with explanation-ലെ 5th പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മുടെ മുന്നത്തെ 4 പാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ 20 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ 20 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സെൻട്രൽ ലെവൽ എക്സാംസിനോ സ്റ്റേറ്റ് ലെവൽ എക്സാംസിനോ പ്രിപ്പയർ ചെയ്യുന്ന നഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് മുന്നേയുള്ള 4 പാർട്സും കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. കാരണം ഞാൻ സിസ്റ്റം വൈസ് ആണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു 5 വീഡിയോ കാണുകയാണെങ്കിൽ CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം സ്കോർ ഇൻ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അപ്പൊ നമുക്കറിയാലേ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും എന്താ പറയുക ഒരു അസസ്മെന്റ് ടൂൾ ആണ് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. പേഷ്യന്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇതാണ് ഈ ഒരു സ്കെയിലാണല്ലോ നമ്മൾ നോക്കുന്നത്, സ്കോർ എടുക്കുന്നത്. അപ്പൊ അതിന്റെ മിനിമം സ്കോർ ഏതൊരു പേഷ്യന്റിനും മിനിമം വരുന്ന സ്കോർ എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Options: option 1, option B 3, C 5, D 50. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 3 ആണ് ആൻസർ. 3 ആണ് ഗ്ലാസ്ഗോ കോമ സ്കെയിലിലെ ഏറ്റവും മിനിമം ആയിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പൊ നമ്മൾ ഗ്ലാസ്ഗോ കോമ സ്കെയിലിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കംപ്ലീറ്റ് എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ്, എങ്ങനെയാണ് നമ്മൾ അക്സസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഗ്ലാസ്ഗോ കോമ സ്കെയിലിൽ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഐ ഓപ്പണിംഗ് റെസ്പോൺസ്, അതായത് പേഷ്യന്റ് കണ്ണ് ഓപ്പൺ ചെയ്യുന്നുണ്ടോ, ഐ ഓപ്പൺ ചെയ്യുന്നുണ്ടോ, അത് ഏത് സ്റ്റിമുലേക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സ്കോർ കൊടുക്കുന്നത്. അപ്പൊ കണ്ണ് ഓപ്പൺ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ കണ്ണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്പോണ്ടേനിയസ്ലി ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 4 സ്കോർ കൊടുക്കും. സംസാരത്തിന് മാത്രം, സൗണ്ടിന് സംസാരിക്കുമ്പോൾ മാത്രം, ടു സ്പീച്ച് മാത്രമാണ് ഐ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 3 ആണ് സ്കോർ കൊടുക്കുക. പെയിൻ ഉള്ളപ്പോൾ മാത്രം, പെയിൻ എന്ന സ്റ്റിമുലേക്കാണ് കണ്ണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 2 ആണ് സ്കോർ കൊടുക്കുക. ഓക്കെ, ഇനി ഒരു റെസ്പോണ്ടും എന്തൊക്കെ സ്റ്റിമുലേഷൻ ചെയ്തു കഴിഞ്ഞാലും ഐ ഓപ്പൺ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ സ്കോർ എന്താണ് കൊടുക്കുന്നത്? 1 ആണ്. അപ്പോ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗ്ലാസ്ഗോ കോമ സ്കെയിലിൽ 0 എന്നൊരു സ്കോർ ഇല്ല. റെസ്പോണ്ട് ഇല്ല എങ്കിൽ 1 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഐ ഓപ്പണിംഗ് മനസ്സിലായല്ലോ. 4 3 2 1 ആണ്. നന്നായിട്ട് സ്പോണ്ടേനിയസ്ലി ഐ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 4ഉം, സ്പീച്ചിന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 3ഉം, പെയിനിന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 2ഉം, നോ റെസ്പോണ്ട് ആണെങ്കിൽ 1ഉം ആണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വെർബൽ റെസ്പോണ്ട് ആണ്. പേഷ്യന്റ് എത്രത്തോളം സംസാരിക്കുന്നു എന്നുള്ളതാണ്. നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ, കൺഫ്യൂഷൻ ആണോ, ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ആണോ, ഇൻകോംപ്രിഹെൻസിബിൾ സൗണ്ട് ആണോ എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ അവിടെ സ്കോർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഓറിയന്റഡ് ടു ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ, അതായത് ആരൊക്കെയാണ് നിൽക്കുന്നത്, ഞാൻ എവിടെയാണ്, എത്ര സമയമായി, ഇതെല്ലാം ആ പേഷ്യന്റിന് അറിയാം, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഹീസ് നോർമൽ, വി വിൽ ഗിവ് 5 സ്കോർ. ഓക്കെ, നെക്സ്റ്റ് ഹി ഈസ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, ചില കാര്യങ്ങൾ അറിയാം ചിലത് അറിഞ്ഞൂടാ, കൺഫ്യൂഷൻ ആണ്, അങ്ങനെയാണെങ്കിൽ എന്താ 4 കൊടുക്കും. നെക്സ്റ്റ് ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ആണ്, സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് ക്ലിയർ ആയിട്ടുള്ള വേർഡ്സ് അല്ല, ഇൻഅപ്രോപ്രിയേറ്റ് കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ല സംസാരിക്കുന്നതെങ്കിൽ 3 സ്കോർ കൊടുക്കുന്നു. ഇൻകോംപ്രിഹെൻസിബിൾ, അതായത് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ആ സൗണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ 2 സ്കോർ കൊടുക്കും. നോ റെസ്പോണ്ട് ആണ്, ഒന്നും സംസാരിക്കുന്നില്ല എങ്കിൽ 1 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. ഓപ്പണിംഗ് റെസ്പോൺസ്, വെർബൽ
റെസ്പോൺസ്. ഓക്കെ, നെക്സ്റ്റ് മോട്ടോർ റെസ്പോൺസ്. കൈകാലുകൾ എങ്ങനെ, ചലനശേഷി എങ്ങനെയാണെന്നതിന് അനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ പറയുന്ന കമാൻഡ്സ് അനുസരിച്ച്, നമ്മൾ പറയുന്നതനുസരിച്ച് കയ്യോ കാലോ ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ലാതെ, ഒരു പ്രോബ്ലം ഇല്ലാതെ എല്ലാം ഒബേ ചെയ്യുന്നുണ്ട് എങ്കിൽ സ്കോർ നമ്മൾ 6 കൊടുക്കും. പിന്നെ ഒരു മൂവ്സ് ടു ലോക്കലൈസ്, ചില ഭാഗങ്ങളിലെ വേദനയ്ക്ക് വേണ്ടി മാത്രം, അവിടെ വേദനയുള്ള ഭാഗം മാത്രം മൂവ് ചെയ്യുന്നെങ്കിൽ 5 കൊടുക്കും. ഫ്ലക്ഷൻ വിഡ്രോവൽ ഫ്രം പെയിൻ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ അവിടെ ആ ഭാഗം മാത്രം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, ഫ്ലെക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും, 4 സ്കോർ കൊടുക്കും. അബ്നോർമൽ ഫ്ലക്ഷൻ ആണെങ്കിൽ 3, ഡീകോർട്ടിക്കേറ്റ് ആണെങ്കിൽ 3 കൊടുക്കും. അബ്നോർമൽ എക്സ്റ്റൻഷൻ ആണെങ്കിൽ 2 സ്കോർ കൊടുക്കും. ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ 1 സ്കോർ കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ 3 പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് 15 എന്നുള്ള സ്കോർ വരുന്നത്. ഇവിടെ മാക്സിമം സ്കോർ 6ഉം, ഇവിടെ മാക്സിമം സ്കോർ 5ഉം, ഇവിടെ മാക്സിമം സ്കോർ 4ഉമാണ്. അങ്ങനെയാണ് ടോട്ടലി 15 വരുന്നത്. അപ്പോൾ മിനിമം വരുമ്പോൾ 1, 1, 1, അങ്ങനെയാണ് മിനിമം 3 വരുന്നത്. ഓക്കെ, ഇവിടെ കണ്ടില്ല, ബെസ്റ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 15ഉം, ടോട്ടലി അൺറെസ്പോൺസീവ് ആണ് മിനിമം സ്കോർ എന്ന് പറയുന്നത് 3ഉമാണ്. പിന്നെ കോമ സ്റ്റേജിലുള്ള പേഷ്യന്റിന് 8നേക്കാൾ എന്താ താഴെ, 8നേക്കാൾ താഴെ സ്കോർ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റ് കോമ സ്റ്റേജ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ഗ്ലാസ്ഗോ കോമ സ്കെയിലിനെ കുറിച്ച്. നമ്മുടെ എക്സാംസിന് ചിലപ്പോൾ ഒരു കണ്ടീഷൻ പേഷ്യന്റിന് എന്തൊക്കെയാണ്, ഈ 3 പാരാമീറ്റേഴ്സിൽ എന്താണ് അതിന്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് സ്കോർ എന്നോ, അല്ലെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് സ്കോർ കറക്റ്റ് എന്നോ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതണമെങ്കിൽ ഇതിന്റെ ഓരോ സ്കോറും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, നോർമൽ ICP ഇൻട്രാക്രാനിയൽ പ്രഷർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻസ് എ 5 to 10 mmHg, ഓപ്ഷൻ ബി 5 to 15 mmHg, ഓപ്ഷൻ സി 10 to 20 mmHg, and option D 20 to 30 mmHg, and the correct option is 10 to 20 mmHg. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോർമൽ ICP എത്രയാണ്, IOP എത്രയാണ്, CSF പ്രഷർ എത്രയാണ്, ഇതൊക്കെ വ്യത്യാസമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം എക്സാംസിന് വരുന്നുണ്ട്. കേരള PSC ആയാലും എയിംസ് പോലെ സെൻട്രൽ ലെവൽ എക്സാംസിനായാലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 10 to 20 mmHg ആണ് നോർമൽ ഇൻട്രാക്രാനിയൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുള്ളൂ, ഇൻട്രാക്രാനിയൽ പ്രഷർ എന്താണ്? ഇൻട്രാക്രാനിയൽ പ്രഷർ ഈസ് ദ പ്രഷർ exerted by fluids such as cerebrospinal fluid inside the skull and on the brain tissue. അതായത് നമ്മുടെ ബ്രെയിനെ സറൗണ്ട് ചെയ്തിട്ടും സ്പൈനൽ കോഡിനെ സറൗണ്ട് ചെയ്തിട്ടും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നുണ്ട്. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് സ്കള്ളിലും ബ്രെയിൻ ടിഷ്യൂസിലും ഒരു പ്രഷർ ചെലുത്തുന്നുണ്ട്. ആ പ്രഷറിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാക്രാനിയൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ നോക്കുക. ICP ഈസ് മെഷേർഡ് ഇൻ millimeters of mercury and യൂണിറ്റ് എന്ന് പറഞ്ഞാൽ mmHg ആണ്. At rest it's normally 7 to 15 mmHg for supine adult. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് സുപ്പൈൻ പൊസിഷനിലായിരിക്കുന്ന സമയത്ത് പേഷ്യന്റ് നോർമൽ ICP എന്നുള്ളത് 7 to 15 ആണ്. It may increase to 30. അതായത് പേഷ്യന്റ് എക്സസൈസ് ചെയ്യുമ്പോഴോ നടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത്, അപ്രൈറ്റ് പൊസിഷനിലായിരിക്കുന്ന സമയത്തൊക്കെ ഈ ഇൻട്രാക്രാനിയൽ പ്രഷർ എന്ന് പറയുന്നത് 30 mmHg വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. കാരണം 30 mmHg ആണ് പേഷ്യന്റ് ഏത് പൊസിഷനിലാണ്, കിടക്കുകയാണോ, നടക്കുകയാണോ, എക്സസൈസ് ചെയ്യുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, next, third question, which of the following not seen in Cushing triad? Cushing triadൽ ഇല്ലാത്ത സിംറ്റം ഏതാണ്? നോട്ട് സീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കൂ. ബ്രാഡികാർഡിയ, ഹൈപ്പർടെൻഷൻ, ബ്രാഡിക്കിനിയ, മിയോസിസ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാവുന്നതാണ്. കുഷിംഗ് ട്രയഡ് എന്ന് പറഞ്ഞാൽ മെനിഞ്ചൽ ഇറിറ്റേഷനിലുള്ള അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസിലുള്ള ഒരു സിംറ്റം ആണ്. അവിടെ ഒരു 3 സിംറ്റംസ് ആണ് ഇങ്ങനെ ഒരു ട്രയാഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിലായിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 3 കാര്യങ്ങളും ആ പേഷ്യന്റിന് കോമൺ ആയിട്ട് കാണും. ഒരേ സമയം ഈ 3 സിംറ്റംസും കാണും. അതുകൊണ്ടാണ് അതിന് കുഷിംഗ് ട്രയാഡ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഇവിടുത്തെ ആൻസർ നോക്കിക്കോളൂ. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. കാരണം മിയോസിസ് ഈ കുഷിംഗ് ട്രയാഡിൽ വരുന്ന കാര്യമല്ല. കുഷിംഗ് ട്രയാഡിൽ വരുന്ന കാര്യം എന്താണ്? ഇൻക്രീസ്ഡ് BP,
decreased pulse, decreased breathing. ഈ മൂന്ന് കാര്യങ്ങളാണ് കുഷിംഗ് ട്രയാഡിൽ വരുന്നത്. അപ്പൊ ബ്രാഡികാർഡിയ ഉണ്ടാവും, ബ്രാഡിപീനിയ ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? മിയോസിസ്. ഇവിടെ നോക്കിക്കോളൂ, കുഷിംഗ് ട്രയാഡ് എന്താണ്? ഇൻക്രീസ്ഡ് ഇൻട്രാക്രാനിയൽ പ്രഷറിൽ അല്ലെങ്കിൽ മെനിഞ്ചൽ ഇറിറ്റേഷൻ പോലെയുള്ള കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ഒരു സിംറ്റം ആണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് ഈ കുഷിംഗ് ട്രയാഡ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഭാഗമാണ് നോക്കേണ്ടത് കേട്ടല്ലോ. ICP വരുമ്പോൾ ഇൻക്രീസ്ഡ് സിസ്റ്റോളിക് BP ഉണ്ടാകും, ഡിക്രീസ്ഡ് പൾസ് ഉണ്ടാകും, ഡിക്രീസ്ഡ് റെസ്പിറേഷൻ ഉണ്ടാകും. ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് കുഷിംഗ് ട്രയാഡ് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഒരുപാട് എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് അറിഞ്ഞു നോക്കിയാ, ഇനി സപ്പോസ് ഷോക്ക് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഈ സിംറ്റംസിന് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം കൂടി നിങ്ങൾക്ക് അവിടെ കാണാം. എന്ത് ചെയ്യുന്നു? BP കുറയുന്നു. ICP കുഷിംഗ് ട്രയാഡിൽ BP കൂടുകയാണ് ചെയ്യുന്നത്, ഷോക്കിൽ BP കുറയുന്നു. ICP കുഷിംഗ് ട്രയാഡിൽ എന്താ ചെയ്യുന്നത്? പൾസും റെസ്പിറേഷനും കുറയുന്നു. ബട്ട് ഇൻ ഷോക്ക് പൾസും റെസ്പിറേഷനും കൂടുന്നു. ഓക്കെ, ടാക്കിക്കാർഡിയയും ടാക്കിപീനിയയുമാണ് ഷോക്കിൽ ഉണ്ടാകുന്നത്, ഹൈപ്പോ ടെൻഷനുമാണ് ഷോക്കിൽ ഉണ്ടാകുന്നത്. ബട്ട് ഇൻ കുഷിംഗ് ട്രയാഡ് ഹൈപ്പർ ടെൻഷൻ അപ്പൊ നമ്മുടെ ഷോക്കിൽ ഹൈപ്പോ ടെൻഷനും ടാക്കിക്കാർഡിയയും ടാക്കിപീനിയയുമാണ് ഉണ്ടാകുന്നത്. അത് ഓർത്തിരിക്കുക. Okay, next fourth question. Warning signs of impending seizures is known as. അതായത് impending seizure എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സീഷർ വരാൻ പോകുന്നു, സീഷറിന് മുന്നേ തൊട്ട് മുന്നേ ഉണ്ടാകുന്ന സിംറ്റം ഏതാണ്? അതായത് പ്രൈമറി സ്റ്റേജിൽ സീഷേഴ്സിന് ഉണ്ടാകുന്ന സൈൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് prodrome, status epilepticus and aura. None of this. These are the four options for this question. Okay, the correct option is option C, aura. അതായത് പേഷ്യന്റിന് സാധാരണ സീഷേഴ്സ് വരുന്നതിന് തൊട്ട് മുന്നേ പേഷ്യന്റ് അനുഭവപ്പെടുന്ന ഒരു സൈൻ ആണ് ഓറ. തല ചുറ്റുന്നത് പോലെ, കണ്ണ് ഇങ്ങനെ കാഴ്ചശക്തി ഇങ്ങനെ മങ്ങുന്നത് പോലെ, അങ്ങനെയൊക്കെ തോന്നുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്? ഓറ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ സീഷറിന്റെ സ്റ്റേജസ് ആണ്. അതായത് പ്രൊട്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊട്രോം ആണ് ഫസ്റ്റ് വരുന്നത്. അതായത് ലോങ് ടേം ഇൻഡിക്കേഷൻ ഓഫ് സീഷർ. അതായത് അവേഴ്സ് ടു ഡേയ്സ് ബിഫോർ സീഷേഴ്സ്. അതായത് സീഷർ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പോ ദിവസങ്ങൾക്ക് മുമ്പോ ഉണ്ടാകുന്ന സീഷറിനുള്ള കാരണമാണ്, ആ ഒരു ലോങ് ടേം ഇൻഡിക്കേഷനെയാണ്, ആ ഒരു സിമ്പൽ, വർഷങ്ങൾക്ക് മുമ്പോ മണിക്കൂറുകൾക്ക് ഉണ്ടാകുന്ന ഒരു സിമ്പൽ ആണ് ഈ പ്രൊട്രോം എന്ന് പറയുന്നത്. അതൊരു ഇംപെൻഡിങ് സീഷർ അല്ല. അതായത് സീഷർ തൊട്ട് ഇപ്പൊ വരും എന്നുള്ള ഒരു സിമ്പൽ അല്ല. അത് എപ്പോ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. നെക്സ്റ്റ് വൺ ഓറ സ്റ്റേജ് ആണ്. ഓറ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ സെൻസേഷൻ ഓഫ് സീഷർ ബിഫോർ ഒബ്സർവബിൾ സൈൻ. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന സയൻസിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഇനിഷ്യൽ സെൻസേഷൻ ആണ് ഈ ഓറ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇത് ഓറ occurs seconds or minutes prior to seizures. സീഷർ വരുന്നതിനും സെക്കൻഡ്സിനോ മിനിറ്റ്സിനോ മുന്നേ ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഓറ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. നെക്സ്റ്റ് വൺ, തേർഡ് വൺ എന്താണ്? ഇക്ടസ് ആണ്. സീഷർ ഇറ്റ്സെൽഫ് യൂഷ്വലി 1 to 3 minutes. അതായത് സീഷർ ഉള്ള സമയത്ത്, പ്രസന്റ്ലി സീഷർ ഉള്ള സമയത്ത് സ്റ്റേജിനെയാണ് എന്ത് പറയുന്നത്? ഇക്ടസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെയാണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റ് ഇക്ടസ്. ഇക്ടസ് കഴിഞ്ഞതിന് ശേഷം, അതായത് സീഷർ വന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ ആണല്ലോ നമ്മൾ സീഷർ അപ്പിയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണ് പോസ്റ്റ് ഇക്ടസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ട്രാൻസിയന്റ് അബ്നോർമാലിറ്റീസ് ഇൻ ബ്രെയിൻ ഫംഗ്ഷനിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. സെവറൽ അവേഴ്സ് ടു 1 to 2 days, 3 to 4 days ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് 4 സ്റ്റേജ്, സീഷറിന്റെ 4 സ്റ്റേജ് എന്ന് പറയുന്നത്. സീഷറിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് ഏതാണ്? ഓറ. സീഷർ വരുന്നതിന്, സീഷർ സ്റ്റേജിൽ നിന്ന് ഇക്ടസ് ആണ്. സീഷർ കഴിഞ്ഞിട്ടുള്ളത് പോസ്റ്റ് ഇക്ടസ് ആണ്. സീഷറിന് തൊട്ട് മുന്നേ ഉള്ളത് ഓറ ആണ്. ഓക്കെ, the fifth question is unilateral inflammation of the cranial nerve 5 results in. അതായത് നമ്മുടെ cranial nerve 5ന്റെ യൂണിലാറ്ററൽ ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് trigeminal neuralgia, Bell's palsy,
പെരിഫറൽ ന്യൂറോപ്പതി എന്താണ് ഇതിൽ ഏതാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ക്രാനിയൽ നെർവ് 5 ഏതാണെന്ന് അറിയണം അല്ലെ. ട്രൈജെമിനൽ ആണ് കറക്റ്റ്. നമ്മുടെ ക്രാനിയൽ നെർവ് 5 എന്ന് പറഞ്ഞത് ആദ്യത്തെ മൂന്നെണ്ണം ഏതാണ്? ഒക്കുലോമോട്ടർ, ഒപ്റ്റിക്, സോറി ഓൾഫാക്ടറി, ഒപ്റ്റിക്, ഒക്കുലോമോട്ടർ ആണ് ഫസ്റ്റ് മൂന്ന്. അത് കഴിഞ്ഞാണ് ട്രോക്ലിയർ, ട്രൈജെമിനൽ വരുന്നത്. അപ്പൊ ഇതിൽ ഫിഫ്ത്ത് നെർവ് ആണ് ട്രൈജെമിനൽ എന്ന് പറയുന്നത്. ഈ ട്രൈജെമിനൽ എന്ന് പറയുന്നതിന്റെ യൂണിലാറ്ററൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ, ട്രൈജെമിനൽ ന്യൂറാൾജിയ. നെക്സ്റ്റ് ഇവിടെ നോക്കിക്കോളൂ, ഈ മൂന്ന് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. Trigeminal neuralgia is a chronic pain condition that affects the trigeminal nerve, which carries sensation from your face to your brain. If you have trigeminal neuralgia, even mild stimulation of your face, such as from brushing of your teeth or putting your makeup, may trigger a jolt of excruciating pain. അതായത് നമ്മുടെ മുഖത്ത് നമ്മുടെ ടെമ്പറൽ ലോബിന്റെ ഈ ഭാഗത്ത് നിന്നാണ് ഈ ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ത് ചെയ്യുന്നത്? ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാൻഡിബുലർ ബ്രാഞ്ചസ്, മാക്സിലറി ബ്രാഞ്ചസ്, ഫ്രണ്ടൽ ബ്രാഞ്ചസ്, മൂന്ന് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഫേസിൽ മൂന്ന് ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഏത് സെൻസേഷനും ബ്രെയിനിലോട്ട് പാസ് ചെയ്യുന്നത് ഈ ട്രൈജെമിനൽ നെർവിന്റെ ഓരോ ബ്രാഞ്ച് വഴിയാണ്. സപ്പോസ് ഇഫ് ദർ ഇസ് എനി ഇൻഫ്ലമേഷൻ ഓർ ഇറിറ്റേഷൻ ഓർ എനി ഇൻഫെക്ഷൻ ഇൻ ദിസ് എനി ബ്രാഞ്ച്, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആ ഭാഗത്തുള്ള സെൻസേഷനെ ട്രിഗർ ചെയ്യും. അതായത് നമുക്ക് അവിടെ ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോഴും മുഖത്ത് തൊടുമ്പോഴൊക്കെ നമുക്ക് വളരെയധികം വേദന അനുഭവപ്പെടും. ആ കണ്ടീഷനെയാണ് ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബെൽസ് പാൾസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻഫ്ലമേഷൻ ഓഫ് ദ സെവൻത് ക്രേനിയൽ നെർവ്. സെവൻത് ക്രേനിയൽ നെർവ് എന്നാണ് ഫേഷ്യൽ നെർവ് ആണ് സെവൻത് ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, also Bell's palsy, also known as idiopathic facial palsy. Idiopathic facial palsy എന്നാണ് പറയുന്നത് is a form of temporary facial paralysis or weakness of one side of the face. അതായത് എന്താണ്? ടെമ്പററി പാരാലിസിസ് ഉണ്ടാവുന്നു ഫേസിൽ, അല്ലെങ്കിൽ ഫേസിന്റെ ഒരു സൈഡ് വീക്ക്നെസ് ഉണ്ടാവുന്നു. ഇറ്റ് റിസൾട്ട്സ് ഫ്രം ഡിസ്ഫങ്ഷൻ ഓഫ് ക്രാനിയൽ നെർവ് 7. ഏതായിരുന്നു? ക്രാനിയൽ നെർവ് 7ന്റെ ഡിസ്ഫങ്ഷൻ കൊണ്ടാണ്, ഫേഷ്യൽ നെർവിന്റെ ഡിസ്ഫങ്ഷൻ കൊണ്ടാണ് ബെൽസ് പാൽസി ഉണ്ടാകുന്നത്. Directs the muscles of on one side of the face, including those that control eye blinking, closing and facial expression such as smiling. ചിരിക്കുന്നതും കണ്ണ് തുറക്കുകയും അടയ്ക്കുന്നതും ബ്ലിങ്ക് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ മസിൽ മൂവ്മെന്റ്സും നടക്കുന്ന ഏത് നെർവാണ്? ക്രാനിയൽ നെർവ് 7 അല്ലെങ്കിൽ ഫേഷ്യൽ നെർവ് ആണ്. If there is any abnormalities or any dysfunction with the facial nerve, there will be temporary facial paralysis that is known as Bell's palsy. Okay, അത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് പെരിഫറൽ ന്യൂറോപ്പതി ആണ്. Peripheral neuropathy refers to the conditions that results when nerves that carry messages to and from the brain and spinal cord from and to the rest of the body. അതായത് നമ്മുടെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് പെരിഫറിയുള്ള നെർവ്സിനുള്ള ഡാമേജ് ആണ്. അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്ന് ബോഡിയുടെ റെസ്റ്റ് പാർട്സിൽ, അതായത് പെരിഫറി പാർട്സിലോട്ട് മെസ്സേജ് എത്തിക്കുകയും പെരിഫറി പാർട്സിൽ നിന്ന് തിരിച്ച് മെസ്സേജസ് ബ്രെയിനിലും സ്പൈനൽ കോഡിലും എത്തിക്കുന്ന നെർവ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയും അവിടെ വീക്ക്നെസ്, നംനെസ്, പെയിൻ ഫ്രം നെർവ് ഡാമേജ്, അത് യൂഷ്വലി അപ്പിയർ ചെയ്യുന്നത് ഹാൻഡിലും ഫീറ്റിലുമാണ്, പെരിഫറി പാർട്സിലാണ്. അതിനെയാണ് ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. Next, 6th question. What is the earliest sign of increased ICP? അപ്പൊ നമുക്കറിയാം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണ് ഇൻക്രീസ്ഡ് ICP എന്ന് പറയുന്നത്. അപ്പൊ ഇൻക്രീസ്ഡ് ICPയുടെ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഏർലിയസ്റ്റ് സൈൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഡിക്രീസ്ഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ബ്രാഡികാർഡിയ, പാപ്പിലെഡിമ, പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. The correct option is option A, decreased level of consciousness. അതായത് ICP കൂടുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് നമുക്കൊരു തലക്കറക്കവും ഒരു കോൺഷ്യസ്നെസ് ഒരു പ്രശ്നമാണ് നമുക്ക് ആദ്യം അനുഭവപ്പെടുക. അതിനുശേഷമാണ് ഈ ബാക്കിയുള്ള ബ്രാഡികാർഡിയയും പാപ്പിലെഡിമയും ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഉണ്ടാകുന്ന സിംപ്റ്റം ഏതാണ്? ഡിക്രീസ്ഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഏർലിയസ്റ്റ് സൈൻ ഓഫ് ഇൻക്രീസ്ഡ് ICP.
ഇവിടെ നോക്കുമ്പോൾ early signs of increased ICP ഏതൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത്. The earliest sign of increased ICP is change in level of consciousness. ആദ്യം വരുന്നത് ഏതാണ്? Change in level of consciousness ആണ്. Next, slowing of speech, delaying response to verbal suggestions and other early indicators. പിന്നെ നമുക്ക് സംസാരമൊക്കെ കുറഞ്ഞു വരും. പിന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ വെർബൽ റെസ്പോൺസ് ഒക്കെ കുറഞ്ഞു വരും. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Next, 7th question. What is the late sign of increased ICP? അതായത് അതായത് end സ്റ്റേജിൽ വരുന്ന late signsൽ വരുന്ന സൈൻ ഏതാണെന്ന്. Options A systolic hypertension, B bradycardia, C papilledema, D headache. അപ്പോൾ ഇതിന്റെ correct answer option B bradycardia ആണ്. അതായത് ഏറ്റവും ലാസ്റ്റ് വരുന്ന അല്ലെങ്കിൽ ലേറ്റ് സൈനിൽ വരുന്നതാണ് bradycardia. Okay. ഇവിടെ നോക്കോളൂ, assess for signs of increased intracranial pressure late signs ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവില്ല, ഞാനൊന്ന് പറയാം. Stupor and coma അത് ലേറ്റ് സൈൻ ആണ്. സിഗ്നിഫിക്കന്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഡിക്രീസ്, അതായത് ചെറിയ ലെവലിലല്ല, സിഗ്നിഫിക്കന്റ് അല്ല, മാർക്ക് ലെവലിലുള്ള ഹൈ ലെവലിലുള്ള ഡിക്രീസ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നു. ഇൻക്രീസ്ഡ് സിസ്റ്റോളിക് BP ഉണ്ടാകുന്നു. നെക്സ്റ്റ് ബ്രാഡിക്കാർഡിയ ഉണ്ടാകുന്നു. ബ്രാഡിക്കാർഡിയ കണ്ടില്ലേ? ബ്രാഡിക്കാർഡിയ എവിടെയാണ് വരുന്നത്? ലേറ്റ് സൈനിലാണ്. ഇറഗുലർ റെസ്പിറേഷൻ ഉണ്ടാകുന്നു. ഫിക്സ്ഡ് ഓർ ഡൈലേറ്റഡ് പ്യൂപ്പിൾ ഉണ്ടാകുന്നു. ഡീകോർട്ടിക്കേറ്റ് ഓർ ഡീസെർബ്രേറ്റ് പോസ്ചറിങ്, അതായത് എക്സ്ട്രീം ഫ്ലെക്ഷനോ എക്സ്ട്രീം എക്സ്റ്റൻഷനോ ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെയാണ് ലേറ്റ് സൈൻ ഓഫ് ഇൻട്രാക്രാനിയൽ പ്രഷർ. അപ്പൊ ഇതിൽ നമ്മുടെ ഓപ്ഷനിലുള്ളത് ഏതാണ്? ബ്രാഡിക്കാർഡിയ ആണ്. സോ ബ്രാഡിക്കാർഡിയ ആണ് ലേറ്റ് സൈൻ ഓഫ് ഇൻക്രീസ്ഡ് ICP. Next question. 8th. What is the recommended fluid restriction of increased ICP? അപ്പോൾ അതായത് നമ്മുടെ ICP intracranial pressure കൂടി വരുന്ന പേഷ്യൻസിന് അധികം ഫ്ലൂയിഡ് എടുക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. കാരണം ഫ്ലൂയിഡ് അധികമായിട്ട് എടുക്കുമ്പോഴത്തേക്കും പേഷ്യന്റ് ICP intracranial pressure വീണ്ടും ഫർദർ ഇൻക്രീസ് ഉണ്ടാകാൻ വേണ്ടിയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരു ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാകുന്നു. എത്രയാണ് അതിന്റെ ഒരു റെസ്ട്രിക്ഷൻ ലെവൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A 1000 ml per day, ഓപ്ഷൻ B 1200 ml per day, ഓപ്ഷൻ C 1500 ml per day, ഓപ്ഷൻ D 2000 ml per day, and the correct option is 1200 ml per day. Option B 1200 ml per day. Mannitol, a hypertonic crystalloid solution, is commonly used to decrease brain water content and reduce intracranial pressure. അപ്പോൾ എന്താണ് നോർമലി നമ്മുടെ മാനിറ്റോൾ എന്താണ്? നമ്മുടെ ഡയൂററ്റിക് ആണല്ലേ, ഒരു ടൈപ്പ് ഓഫ് ഡയൂററ്റിക് ആണ്. അപ്പോൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള വാട്ടർ ലെവൽ യൂറിനായിട്ട് പുറത്ത് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ മാനിറ്റോളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻട്രാക്രൈനൽ പ്രഷർ കൂടിയിട്ടുള്ള പേഷ്യൻസിന് മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് മാനിറ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ മാനിറ്റോൾ കൊടുക്കുമ്പോൾ അധികമായിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യും? നഷ്ടപ്പെടും, യൂറിനായിട്ട് പുറത്ത് പോവുകയും ഇൻട്രാക്രൈനൽ പ്രഷർ അല്ലെങ്കിൽ BP യോടെ കുറയുകയും ചെയ്യും. Hypertonic saline solutions also decrease brain water and ICP while temporarily increasing systolic blood pressure and cardiac output. എന്നാൽ ഹൈപ്പർടോണിക് ടോണിക് സലൈൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും അവിടെ ബ്രെയിൻ വാട്ടറിന്റെ ലെവൽ കുറയ്ക്കുകയും ICP കുറയ്ക്കുകയും ചെയ്യും. പക്ഷേ അവിടെ എന്ത് ചെയ്യും? ഈ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടാനും കാർഡിയാക് ഔട്ട്പുട്ടിന്റെ ലെവൽ കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് മാനിറ്റോള് പേഷ്യന്റിന് ഇൻക്രീസ്ഡ് ICP പേഷ്യൻസിന് കൊടുക്കുന്നത്. നെക്സ്റ്റ് 9th question. Which of the following is a most surgical emergency? Option A SDH, option B EDH, option C concussion, option D contusion. ഇതിൽ ഈ SDH ഉം EDH ഉം എന്താണ് നമ്മൾ അറിയണം. SDH എന്ന് വെച്ചാൽ സബ്ഡ്യൂറൽ ഹെമറേജും EDH എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡ്യൂറൽ ഹെമറേജുമാണ്. അതായത് ഹെമറേജ് എവിടെ? ബ്ലീഡിംഗ് ഓഫ് ബ്ലഡ് വെസൽസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അത് ഏത് റീജിയനിൽ ഉണ്ടാകുന്നുള്ള അനുസരിച്ചാണ് ഈ കണ്ടീഷൻ പറയുന്നത്. സബ്ഡ്യൂറൽ സ്പേസിലാണ് ബ്ലീഡിംഗ് ഉണ്ട് ഹെമറേജ് ഉണ്ടാകുന്നതിന്റെ സബ്ഡ്യൂറൽ ഹെമറേജ് എന്നും, എപ്പിഡ്യൂറൽ സ്പേസിലാണെങ്കിൽ എപ്പിഡ്യൂറൽ ഹെമറേജ് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എപ്പിഡ്യൂറൽ ഹെമറേജ് ആണ്. എപ്പിഡ്യൂറൽ ഹെമറേജ് ആണ് മോസ്റ്റ് സർജിക്കൽ എമർജൻസി എന്ന് പറയുന്നത്. കാരണം എപ്പിഡ്യൂറൽ ഹെമറേജിൽ ബ്ലീഡ് ചെയ്യുന്ന വെസൽസ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് ആർട്ടറി ആണ്.
ആർട്ടറി ആണ് നമ്മുടെ എപ്പിഡ്യൂറൽ ഹെമറേജിൽ ഉണ്ടാകുന്നത്. സബ്ഡ്യൂറൽ ഹെമറേജിൽ ഏതാണ്? വെയിൻസ് ആണ് അവിടെ ബ്ലീഡ് ചെയ്യുന്നത്. സോ ആർട്ടറി ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതാണ് നമ്മുടെ ഓക്സിജനറി ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് മോസ്റ്റ് സർജിക്കൽ എമർജൻസി ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, എപ്പിഡ്യൂറൽ ഹെമറേജ്. ഇവിടെ രണ്ട് എപ്പിഡ്യൂറൽ ഹെമറേജും സബ്ഡ്യൂറൽ ഹെമറേജും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. Subdural hemorrhage is a type of bleeding in which a collection of blood usually associated with a traumatic brain injury gathers between the inner layers of dura and arachnoid matter of the meninges surrounding brain. അപ്പോൾ subdural space എവിടെയാണ്? നമ്മുടെ dura materനും arachnoid materനും ഇടയിലുള്ള ആ ഒരു സ്പേസിനെയാണ് subdural space എന്ന് പറയുന്നത്. ആ ഭാഗത്ത് ഒരു ബ്രെയിൻ ഇഞ്ചുറി കാരണം ബ്ലഡ് കളക്ട് ചെയ്യുന്നത്, ബ്ലീഡ് ചെയ്ത് ബ്ലഡ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് subdural hematoma എന്നാണ് പറയുന്നത്. That is because of bleeding from vein. Okay, next epidural hemorrhage is when bleeding occurs between the tough outer membrane covering of the brain. അതായത് ഈ dura mater തന്നെ രണ്ട് ലെയർ ഉണ്ട്. ആ ലെയറുകൾക്കുള്ളിലുള്ള ഒരു സ്പേസിലാണ് അവിടെ ഹെമറ്റോമ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? Often there is loss of consciousness following a head injury, a brief regaining of consciousness and then loss of consciousness again. അപ്പോൾ ഇതൊക്കെ കോൺഷ്യസ്നസ് നഷ്ടപ്പെടാനും continuous bleeding ഉണ്ടാവുകയും from the artery ആണ് അവിടെ bleeding ഉണ്ടാവുകയും ചെയ്യുന്നത്. So it is very emergency. Next, 10th question. What is CPP of a patient with BP 140 by 90 mmHg? CPP എന്താണ് നമ്മൾ അറിയുന്നത്? CPP എന്താണ്? Cerebral perfusion pressure നെയാണ് ഈ CPP എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിലോട്ട് ബ്ലഡ് പോകുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ടിഷ്യൂസിന് പെർഫ്യൂഷൻ, അതായത് നോർമലി ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു പ്രഷറാണ് ഈ CPP അല്ലെങ്കിൽ സെറിബ്രൽ പെർഫ്യൂഷൻ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമുക്ക് പേഷ്യന്റ് BP അറിയാമെങ്കിൽ നമുക്ക് സെറിബ്രൽ പെർഫ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ നോക്കാം. ആൻഡ് ഹിയർ ഓപ്ഷൻസ് 96 mmHg, 106 mmHg, 116 mmHg, 120 mmHg, and the correct answer is option A, 96 mmHg. Okay. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കോളൂ. സെറിബ്രൽ പെർഫ്യൂഷൻ പ്രഷർ ഈസ് കീ ടു ബ്രെയിൻ ടിഷ്യൂ സർവൈവൽ. അതായത് ബ്രെയിൻ ടിഷ്യൂവിന്റെ സർവൈവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സെറിബ്രൽ പെർഫ്യൂഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീൻ ആർട്ടീരിയൽ പ്രഷറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇൻട്രാക്രാനിയൽ പ്രഷർ കുറയ്ക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? CPP കണക്കാക്കുന്നത്. അപ്പൊ മീൻ ആർട്ടീരിയൽ പ്രഷർ എങ്ങനെയാണ് കണക്കാക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മീൻ ആർട്ടീരിയൽ പ്രഷർ എങ്ങനെയാണെന്ന് കണക്കാക്കാൻ അറിഞ്ഞിടാത്തവർക്ക് ഞാൻ വേണ്ടി പറയാം. എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ സിസ്റ്റോളിക് BP ഉണ്ട്. നമുക്ക് BP പറയുമ്പോൾ സിസ്റ്റോളിക് BPയും ഡയസ്റ്റോളിക് BP ഉണ്ട് അല്ലെ. അപ്പൊ അത് സിസ്റ്റോളിക് BPയോടൊപ്പം അതിന്റെ ഡയസ്റ്റോളിക് BPയുടെ ഡബിൾ എടുത്ത് കൂട്ടുക. സിസ്റ്റോളിക് BP പ്ലസ് 2 ഇൻറ്റു ഡയസ്റ്റോളിക് BP ബൈ 3. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മുടെ ICP കുറയ്ക്കുമ്പോഴാണ്, ICP തന്നിട്ടില്ലെങ്കിൽ നോർമൽ ICP 10 ആയിട്ട് എടുക്കുക. ആ 10 കുറയ്ക്കുമ്പോഴാണ് നമ്മുടെ CPP അല്ലെങ്കിൽ സെറിബ്രൽ പെർഫ്യൂഷൻ പ്രഷർ കിട്ടുന്നത്. ഇതിന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 70 to 90 ആണ്. ഓക്കെ, 90 ആണ്. ഇതിന് താഴോട്ട് പോയാലും 70യേക്കാൾ താഴോട്ട് പോയാലും പ്രശ്നമാണ്, 90യേക്കാൾ കൂടുതൽ വന്നാലും പ്രശ്നമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. Which of the following method is adopted for open the airway in suspected spinal cord injury? Okay, നമ്മുടെ spinal cord injury വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ ആണ്. ഇപ്പൊ നമുക്ക് പേഷ്യന്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. പക്ഷെ ആക്സിഡന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചുറിയുടെ ഒരു ലെവൽ അനുസരിച്ച് അത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അങ്ങനെ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെ വെറുതെ അങ്ങ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ സെർവിക്കൽ റീജിയനിൽ നമ്മൾ വളരെ കെയർ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എയർവേ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുള്ളൂ. ഹെഡ് ടിൽറ്റ് മെത്തേഡ്, ചിൻ ലിഫ്റ്റ് മെത്തേഡ്, ജോ ത്രസ്റ്റ് മെത്തേഡ്, ഹെൽമിഞ്ച് മെത്തേഡ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജോ ത്രസ്റ്റ് മെത്തേഡ്. സാധാരണ അല്ലാതെയുള്ള ഇഞ്ചുറീസ് ഉള്ള ബ്രെയിൻ ഇഞ്ചുറീസോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള പേഷ്യന്റ് എയർവേ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് ടിൽറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ചിൻ ലിഫ്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ if we are suspecting a spinal cord injury for or cervical injury for a patient, to open airway we are using jaw thrust method. Okay, jaw thrust method ആണ് നോക്കുന്നത്. അപ്പോൾ അതിന്റെ പിക്ചർ നമുക്ക് നോക്കാം.
ഇവിടെ നോക്കിക്കോളൂ. ജോ ത്രസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യന്റിന്റെ തലഭാഗത്ത് ഹെഡിന്റെ റീജിയനിൽ മുകളിലായിട്ട് നിന്നിട്ട് തിരിച്ചാണ് നമ്മുടെ ഈ ജോ ആണ് നമ്മളിവിടെ മൂവ് ചെയ്ത് എന്ത് ചെയ്യുന്നത് പേഷ്യന്റിന് എയർവേ ഓപ്പൺ ചെയ്യും. ഈ പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ഹെഡ് ടിൽറ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് ഇവിടെ പറയാം. ഹെഡ് ടിൽറ്റ് അല്ലെങ്കിൽ ചിൻ ലിഫ്റ്റ് മാനുവൽ എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, ഇതാണ് എന്താ ജോ ത്രസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനൊരു ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലെ. അപ്പോൾ നമ്മുടെ എയിംസ് പോലുള്ള സെൻട്രൽ ലെവൽ എക്സാംസിനൊക്കെ ഇതിന്റെ പിക്ചർ തന്നിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. പെന്റാപ്ലീജിയ മീൻസ് ക്വാഡ്രിപ്ലീജിയ പ്ലസ്. അതായത് പെന്റാപ്ലീജിയ എന്ന് പറഞ്ഞാൽ ക്വാഡ്രിപ്ലീജിയക്കൊപ്പം വേറെ ഏത് കണ്ടീഷൻ കൂടി സിറ്റുവേഷൻ കൂടി വരുമ്പോഴാണ് നമ്മൾ അതിനെ പെന്റാപ്ലീജിയ എന്ന് പറയുന്നതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പെന്റാപ്ലീജിയ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ക്വാഡ്രിപ്ലീജിയ, ഹെമിപ്ലീജിയ, പാരാപ്ലീജിയ എന്തൊക്കെയാണെന്ന് അറിയണം. അത് നമുക്ക് പിന്നെ നോക്കാം. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഇൻകോണ്ടിനൻസ്, റിറ്റൻഷൻ, റെസ്പിറേറ്ററി പാരാലിസിസ്, പാരാലിറ്റിക് ഇലിയസ്. ഇതിൽ ഏത് കൂടെ വരുമ്പോഴാണ് ക്വാഡ്രിപ്ലീജിയ പെന്റാപ്ലീജിയ ആയി മാറുന്നത്? The correct option is option C, respiratory paralysis. പെന്റാപ്ലീജിയ എന്ന് പറഞ്ഞാൽ ക്വാഡ്രിപ്ലീജിയക്കൊപ്പം റെസ്പിറേറ്ററി പാരാലിസിസും കൂടി ചേർന്ന് വരുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കോളൂ. ഈ പിക്ചർ നിങ്ങൾക്ക് എല്ലാ പ്ലീജിയാസും നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഓഫ് ദ ബോഡി ഈസ് എഫക്ട്. ഹെമിപ്ലീജിയ എന്ന് പറയുമ്പോൾ ഒരു സൈഡാണ് ബോഡിയുടെ എഫക്ട് ചെയ്തിരിക്കുന്നത്. ദ ആം ഈസ് യൂഷ്വലി മോർ ഇൻവോൾവ് ദാൻ ലെഗ്. അതിൽ കൂടുതൽ എഫക്റ്റഡ് ആയിരിക്കുന്ന ആം ആയിരിക്കും ലെഗിനേക്കാൾ. പക്ഷെ ലെഗും എഫക്റ്റഡ് ആയിരിക്കും. അടുത്ത ഡൈപ്ലീജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? all four limbs are affected, both legs are more affected than the arms. അവിടെ രണ്ട് ലെഗും രണ്ട് ഹാൻഡ്സും അവിടെ ഇൻവോൾവ് ആണ്. പക്ഷെ എഫക്റ്റഡ് ആയിട്ട് കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ളത് എന്താണ്? അവിടെ രണ്ട് ലെഗ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഡൈപ്ലീജിയ എന്ന് പറയുന്നത്. ഇനി ക്വാഡ്രിപ്ലീജിയ എന്ന് പറയുമ്പോൾ എന്താണ്? all four limbs are involved. രണ്ട് ഹാൻഡും രണ്ട് ലെഗും 4 ലിംസും അവിടെ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ അവിടെ ഡാമേജ്ഡ് ആണെങ്കിൽ, പാരാലൈസ്ഡ് ആണെങ്കിൽ അതിനെ ക്വാഡ്രിപ്ലീജിയ എന്ന് പറയുന്നു. ഈ മോണോപ്ലീജിയ എന്താണ്? only one limb is affected, usually arm. അത് ഒരു ലിംബ് മാത്രമാണ് എഫക്ട് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ കോമൺ ആയിട്ട് ലിംബ്, നമ്മുടെ ഹാൻഡ് മാത്രം, ആം മാത്രമാണ് എഫക്റ്റഡ് ആണെങ്കിൽ അതിനെ മോണോപ്ലീജിയ എന്ന് പറയുന്നു. ഇനി 3 ലിംബ് എഫക്റ്റഡ് ആണെങ്കിൽ ട്രൈപ്ലീജിയ എന്ന് പറയുന്നു. ഓക്കെ, ഇനി പെന്റാപ്ലീജിയ എന്താണ്? പെന്റാപ്ലീജിയ is a spinal cord injury at or above C4 level resulting in complete loss of motor function below the injury level and paralysis of respiratory muscles. അതായത് ഇഞ്ചുറിക്ക് താഴോട്ടുള്ള ലിംസിന് ഡാമേജ് ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? 4 ലിംബും ഡാമേജ്ഡ് ആണ്, റെസ്പിറേറ്ററി പാരാലിസിസും ഉണ്ടാകുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? പെന്റാപ്ലീജിയ എന്ന് പറയുന്നത്. Okay. Next, 13th question. What is the earliest manifestation of autonomic dysreflexia? Autonomic dysreflexia ഉള്ള പേഷ്യന്റിന്റെ primary symptom അല്ലെങ്കിൽ earliest manifestation എന്താണ്? ഓപ്ഷൻസ് നോക്കിക്കോളൂ. throbbing headache, hypotension, hypertension, bradycardia. And the correct option is option A, throbbing headache. Autonomic dysreflexia ഉള്ള പേഷ്യൻസിന് ആദ്യം ഉണ്ടാകുന്നത് ത്രോബിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഹെഡേക്ക് ആണ്. ഇവിടെ നോക്കിയോ, ഇവിടെ autonomic dysreflexia is a potentially dangerous and in rare cases lethal clinical syndrome that develops in individuals with a spinal cord injury and resulting in acute uncontrolled hypertension. Patients in spinal cord injury ഉള്ള പേഷ്യൻസിനാണ് ഇത് ഉണ്ടാകുന്നത്. ഡേഞ്ചറസ് ആയിട്ടുള്ള ലീതലി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് ഈ ഓട്ടോണോമിക് റിഫ്ലക്സിയ. അവിടെ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു. കൺട്രോൾ ചെയ്യുന്നതിന് ലെവലിന് അപ്പുറമായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു. അപ്പൊ അതിന്റെ പ്രൈമറി സിംറ്റം ആണ് ഇവിടെ, സിംറ്റംസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഫസ്റ്റ് വരുന്നത് സിവിയർ ഹെഡേക്ക് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ത്രോബിംഗ് ഹെഡേക്ക് എന്നുള്ള ആൻസർ വന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ സിവിയർ സ്റ്റേജസിലോട്ട് പോകുന്നത്. പ്രൊഫ്യൂസ് ഡയഫോറസിസ് ഉണ്ടാകും, ഫ്ലഷിംഗ് above the level of injury, piloerection above the level of injury, dry and pale skin because of vasoconstriction below the level of injury, visual disturbances, nasal stuffness, anxiety or feeling of doom. ഇതൊക്കെയാണ് autonomic dysreflexiaയുടെ signs and symptoms എന്ന് പറയുന്നത്. Primary symptom is severe headache.
Next, 14th question. 14th question. Which of the following is to be done for a patient experiencing autonomic dysreflexia? ഓട്ടോണോമിക് ഡിസ്റിഫ്ലക്സി ഉള്ള പേഷ്യൻസിന് നമ്മൾ എന്തൊക്കെ ഈ പറഞ്ഞിരുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ചെയ്യേണ്ടത്? എനിമ കൊടുക്കണം. ഓപ്ഷൻ എ പുട്ട് CBD കനാബിനോയിഡ്സ് കൊടുക്കണം. ഹൈ ഫൗളേഴ്സ് പൊസിഷൻ കൊടുക്കണം. ആൻഡ് ഓൾ ഓഫ് ദി എബോവ്. ആൻഡ് കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ്. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? BP ആണ് അവിടുത്തെ പ്രശ്നം അല്ലെ, ഹൈപ്പർ ടെൻഷൻ. അപ്പൊ BP കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എനിമയും CBD യും ഹൈ ഫൗളേഴ്സ് പൊസിഷൻ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ ഓട്ടോണോമിക് ഡിസ്റിഫ്ലക്സി ഉള്ള പേഷ്യൻസിന് നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കണം. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നു, കാരണം തല ഉയർത്തി ഹെഡ് ആൻഡ് ഉയർത്തി ഇരുത്തും തോറും നമുക്ക് BP അവിടെ കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്താ ഡിജിറ്റൽ സിമുലേഷൻ മാത്രമേ നമ്മൾ ബബൽ യൂസ് ചെയ്യാൻ, ബബൽ MD ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറ്. അല്ലാതെ നെർവ് സ്റ്റിമുലേഷനിലുള്ള ഒരു ടെക്നിക്സുകൾ ഉപയോഗിക്കരുത്. കാരണം നെർവ് സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഫർദർ BP ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിപ്പിക്കണം. ബാൻഡേജസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. കാരണം BP കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ മെഷർ ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്യണം. ഓക്കെ, ഇതൊന്ന് വായിച്ചോളൂ കേട്ടോ. Next, 15th question. Which of the following is the classical sign of spinal shock? Spinal shock in the classical sign ഏതാണ്? Hypotension, hypertension, tachycardia, and fourth option is tachypnea. Okay, ഈ ഒരു 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? സ്പൈനൽ ഷോക്കിന്റെ ക്ലാസിക്കൽ സൈൻ എന്ന് പറയുന്നത് ഏതാണ്? ആൻഡ് കറക്റ്റ് ഓപ്ഷൻ ഈസ് ഹൈപ്പോടെൻഷൻ. ഹൈപ്പോടെൻഷൻ ആണ് സ്പൈനൽ ഷോക്കിന്റെ. ഇപ്പൊ നമ്മുടെ കുഷിംഗ് ട്രയാഡ് പറഞ്ഞപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഷോക്ക് വരുമ്പോൾ പേഷ്യന്റ് എന്താണ് BP കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? BP കുറയുകയാണ് ചെയ്യുന്നത്. ഹൈപ്പോടെൻഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇവിടെ കണ്ടില്ലേ, the spinal shock refers to a clinical syndrome characterized by the loss of reflex, motor and sensory function below the level of spinal cord injury. സ്പൈനൽ കോഡ് ഇഞ്ചുറിയുടെ ആ ലെവലിന് താഴോട്ടുള്ള ഭാഗങ്ങളിൽ മോട്ടോർ ഫംഗ്ഷനും റിഫ്ലക്സ് ഫംഗ്ഷനും സെൻസറി ഫംഗ്ഷനും എല്ലാം നഷ്ടപ്പെടുന്നു. In some instance, this syndrome is associated with the loss of autonomic tone leading to hypotension, hypothermia, ileus. ഇങ്ങനെയുള്ള 3 കണ്ടീഷനിലാണ് 3 symptoms ആണ് hypotension, hypothermia, ileus ഉണ്ടാകുന്നത്. Ileus is a medical term for which lack of movement somewhere in the intestine that leads to a build-up and potential blockage of ഫുഡ് മെറ്റീരിയൽ. അതായത് ഇലിയസിന്റെ അവിടെ ഇൻഡസ്റ്റൈനിന്റെ മൂവ്മെന്റ് നഷ്ടപ്പെടുകയും ആഹാര പദാർത്ഥത്തിന്റെ വേസ്റ്റ് മെറ്റീരിയൽ, ഫുഡ് മെറ്റീരിയൽസോ ആഹാര പദാർത്ഥങ്ങളോ അവിടെ ബ്ലോക്ക് ആവുകയും ചെയ്യുന്നു. അതിനെയാണ് ഇലിയാസ് എന്നവിടെ ഉദ്ദേശിക്കുന്നത്. ഹൈപ്പോടെൻഷൻ, ഹൈപ്പോതെർമിയയും ഇലിയാസുമാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ഹൈപ്പോടെൻഷൻ ഇവിടെ സ്പൈനൽ ഷോക്കിംഗ് നോക്കി കഴിഞ്ഞാൽ അവിടെ BP എന്ത് ചെയ്യുന്നു? കുറയുകയും ഹൈപ്പോടെൻഷൻ അവിടെ ഉണ്ടാകുകയും ചെയ്യുന്നു. Next, 16th question. Which of the following is contraindicated in cerebral aneurysm? Aneurysm അറിയായിരിക്കും. Cerebral aneurysmത്തിൽ contraindicated ആയിട്ടുള്ള മെഷർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ antihypertensives, oral hypoglycemic agents. Oral hypoglycemic agents ആണ് OH എന്ന് പറയുന്നത്. Anti-lipid therapy, rectal temperature assessment. And the correct option is option D, rectal temperature assessment ആണ്. കാരണം സെറിബ്രൽ അന്യൂറിസം ഉണ്ടാകുന്നത് തന്നെ അവിടെ BP കൂടുതൽ, ഹൈപ്പർ ടെൻഷൻ കാരണമാണ് ഒരു മെയിൻ കോസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആന്റി ഹൈപ്പർടെൻസീവ്സ് കൊടുക്കുമ്പോൾ, ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻസ് കൊടുക്കുമ്പോൾ, ആന്റി ലിപ്പിഡ് തെറാപ്പി കൊടുക്കുമ്പോഴൊക്കെ BP കുറയാന് ചാൻസ്. പക്ഷെ റെക്ടൽ ടെമ്പറേച്ചർ അസസ്മെന്റ് ചെയ്യുമ്പോൾ അവിടുത്തെ നെർവ് സ്റ്റിമുലേഷൻ സംഭവിക്കുകയും ഫർദർ BP ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റെക്ടൽ ടെമ്പറേച്ചർ അസസ്മെന്റ് നടത്തരുത്. സെറിബ്രൽ അന്യൂറിസം ഉള്ള പേഷ്യൻസിന് ഇത് നമ്മൾ rectal temperature assessment ചെയ്യാൻ പാടില്ല. Cerebral aneurysm is also called intracranial aneurysm of brain. Is a bulging, weakening area in the wall of an artery in the brain, resulting in an abnormal widening, ballooning, or blur. Because there is a weakened spot in the aneurysm wall, there is a risk of rupture,
A number of factors are believed to contributing the formation of cerebral aneurysm, including hypertension. Hypertension, cigarette smoking, congenital predisposition ആണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഹൈപ്പർടെൻഷൻ ആണ്. ഹൈപ്പർടെൻഷൻ അത് റെക്ടൽ അസസ്മെന്റ് നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും? റെക്ടൽ ടെമ്പറേച്ചർ അസസ്മെന്റ് ചെയ്യുമ്പോൾ ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ ബി പി വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഫോർ ദ അനൂറിക്റ്റിക് പേഷ്യന്റ്. Next, 17th question. Which of the following lobe is involved in complex partial seizure? Complex seizures in types പഠിക്കുമ്പോൾ simple partial seizure, generalized seizure, focal seizures, complex partial seizures എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ complex partial seizure ഈ ടൈപ്പ് സീഷറിൽ ഏത് ലോബാണ് ഇൻവോൾവ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബാണോ, പെരേറ്റൽ ലോബാണോ, ടെമ്പറൽ ലോബാണോ, ഓസിപിറ്റൽ ലോബാണോ എന്നുള്ളതാണ്. കറക്റ്റ് ഓപ്ഷൻ ടെമ്പറൽ ലോബാണ്. ഇവിടെ ക്ലിയർ ആവില്ലായിരിക്കും, ഞാൻ വായിക്കാം. കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എപ്പിലെപ്റ്റിക് സീഷർ that is associated with unilateral cerebral hemisphere involvement and causes impairment of consciousness. It occurs in all ages. അതായത് നമ്മുടെ cerebral hemisphereസിലെ ഏതെങ്കിലും ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റീജിയനിലായിരിക്കും. യൂണിലാറ്ററൽ ആണ് കേട്ടോ ഇവിടെ, റീജിയനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് ഫോക്കസ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് സീഷേഴ്സ് വാസ് പ്രീവിയസ്ലി നോൺ ആസ് സൈക്കോമോട്ടർ എപ്പിലെപ്സി. സൈക്കോമോട്ടർ എപ്പിലെപ്സി എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. സൈക്കോമോട്ടർ എപ്പിലെപ്സി അല്ലെങ്കിൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. ഇപ്പൊ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി അല്ലെ. ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് അറിയപ്പെടണമെങ്കിൽ, കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സ് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് അറിയപ്പെടണമെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്? ടെമ്പറൽ ലോബിൽ നിന്ന് ആയിരിക്കും. Next is 18th question. Which of the following seizure is termed as petit-mal epilepsy? Petit-mal seizure അല്ലെങ്കിൽ petit-mal epilepsy എന്നറിയപ്പെടുന്ന ടൈപ്പ് ഏതാണ്? സീഷർ ഏതാണ്? ടോണിക് ക്ലോണിക് സീഷർ ആണോ, മയോക്ലോണിക് സീഷർ ആണോ, ആബ്സെന്റ് സീഷർ ആണോ, എറ്റോണിക് സീഷർ ആണോ? The correct option is option C, absent seizures. Absent seizures ആണ് petit-mal epilepsy എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ടൈപ്സ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൈപ്സും എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആബ്സെന്റ് ജനറലൈസ്ഡ് സീഷേഴ്സിലുള്ള ഒരു ടൈപ്പാണ് ആബ്സെന്റ് സീഷേഴ്സ്. അതിനെയാണ് പെറ്റിറ്റ്മൽ സീഷർ എന്ന് വിളിക്കുന്നത്. ടോണിക് ക്ലോണിക് സീഷേഴ്സിന്റെ അതർ നെയിമാണ് ഗ്രാൻമൽ സീഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടെ ലാസ്റ്റ് ഇതൊക്കെ ഓരോ ടൈപ്പിന്റെ പ്രത്യേകത എന്താണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നതെന്ന് നോക്കുക. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതർ നെയിം പഠിച്ചു വെച്ചേക്കുക. ആബ്സെന്റ് സീഷറും പെറ്റിറ്റ്മൽ സീഷറും ടോണിക് ക്ലോണിക് സീഷേഴ്സ് ഗ്രാൻമൽ സീഷറും എന്നാണ് അറിയപ്പെടുന്നത്. Next, 19th question. Mr. X has undergone an attack of head injury. At present, he is not able to talk, but able to understand everything. Which of the following lobe of brain is involved? അപ്പോൾ നമ്മുടെ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് സെറിബ്രം പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ് സ്പീച്ചിന് രണ്ട് ഏരിയാസ് ഉണ്ട്. ഒന്ന് മോട്ടോർ സ്പീച്ച് ഏരിയയും ഒന്ന് സെൻസറി സ്പീച്ച് ഏരിയയും. അതായത് നമ്മുടെ ബ്രോക്കാസ് ഏരിയയും വെർണിക്സ് ഏരിയയും. ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നതാണ് മോട്ടോർ സ്പീച്ച് ഏരിയ. നമുക്ക് സംസാരിക്കാൻ നമ്മുടെ മസിൽസ് എല്ലാം അനക്കി മൂവ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, സംസാരിക്കുന്ന സംസാരങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നതിനെയാണ് സഹായിക്കുന്നതാണ് സെൻസറി സ്പീച്ച് ഏരിയ അല്ലെങ്കിൽ വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ പേഷ്യന്റിന്റെ പ്രശ്നം സംസാരിക്കാൻ, മൂവ് ചെയ്യാൻ, മസിൽസ് മൂവ് ചെയ്യാനാണ് പറ്റാത്തത്. മോട്ടോർ സ്പീച്ച് ആണ് എഫക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പൊ അത് ഏത് ലോബിനായിരിക്കും എഫക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പം നമ്മുടെ മോട്ടോർ സ്പീച്ച് ഏരിയ കൺട്രോൾ ചെയ്യുന്നത് ബ്രോക്കാസ് ഏരിയ ആണ്. ബ്രോക്കാസ് ഏരിയ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻസ് നോക്കൂ. ഫ്രണ്ടൽ ഏരിയ, പെരേറ്റൽ ഏരിയ, ടെമ്പറൽ ഏരിയ, ഓസിപിറ്റൽ ഏരിയ. ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, ഫ്രണ്ടൽ ഏരിയ. ഫ്രണ്ടൽ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്? ബ്രോക്കാസ് ഏരിയ കാണുന്നത്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് എല്ലാ ഏരിയസും, എല്ലാ പർട്ടിക്കുലർ നമ്മുടെ ബ്രെയിൻ സെറിബ്രത്തിലുള്ള എല്ലാ ഏരിയസും അതിന്റെ ഫങ്ഷൻസും പറയുന്നുണ്ട്. നമ്മുടെ ഈ 1000 MCQന്റെ വീഡിയോസിലെ ഫസ്റ്റ് സെക്കൻഡ് പാർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കിട്ടും. അത് കാണാത്തവരാണെങ്കിൽ അത് നോക്കുക. അല്ലെങ്കിൽ ഈ പിക്ചറിൽ തന്നെ നോക്കിയാലും നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ ഏരിയാസ് ആണ്, ഏതൊക്കെ ഫംഗ്ഷനാണ് ഓരോ ഏരിയാസ് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, കണ്ടല്ലോ ഇവിടെ വെർണിക്സ് ഏരിയ ലാംഗ്വേജ് കോംപ്രിഹെൻഷനും സ്പീച്ച് ഫോർമേഷൻ ആണ് ബ്രോക്കാസ് ഏരിയ. ബ്രോക്കാസ് ഏരിയ ആണ് ഫ്രണ്ടൽ ലെവലിൽ കാണുന്നത്. വെർണിക്സ് ഏരിയ എവിടെയാണ് കാണുന്നത്? ടെമ്പറൽ ലോബിലാണ്. ഓക്കെ,
Next, last question, 20th question. Which of the following is the non-modifiable risk factor of cerebrovascular accident? CVA. Cerebrovascular accident le risk factors ne thara രണ്ടായിട്ട് divide ചെയ്തിട്ടുണ്ട്. Modify ചെയ്യാൻ പറ്റുന്ന risk factor എന്നും non-modifiable ആയിട്ടുള്ള risk factor എന്നും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് non-modifiable risk factor എന്നാണ് question. Hypertension, smoking, alcoholism, hereditary. അപ്പോൾ ഇതിൽ correct answer എന്നാണ് ഓപ്ഷൻ ഡി ആണ്, hereditary ആണ്. hereditary നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഹൈപ്പർടെൻഷനോ സ്മോക്കിങ്ങോ ആൽക്കഹോളിസമോ ആണെങ്കിൽ അതിന് നമുക്ക് അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. hereditary ആണെങ്കിൽ we can't change. So it is known as non-modifiable risk factors of CVA. ഇവിടെ നോക്കൂ, CVA cerebrovascular accident എന്ന് വെച്ചാൽ എന്താണ്? is the medical term for a stroke. സ്ട്രോക്കിനെയാണ് cerebrovascular accident എന്ന് പറയുന്നത്. A stroke is when blood flow to a part of your brain is stopped either by a blockage or rupture of blood vessels. അതായത് നമ്മുടെ സെർബ്രത്തിലോട്ടുള്ള blood vesselsന് എന്തെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ റപ്ചറോ കാരണം ആ പർട്ടിക്കുലർ ഏരിയയിലോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യാതെ വരുമ്പോഴാണ് ഈ cerebrovascular accidents ഉണ്ടാകുന്നത്. അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നോൺ മോഡിഫയബിളും മോഡിഫയബിളും എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മോഡിഫയബിൾ ആയതൊക്കെയാണ് ഹൈപ്പർടെൻഷൻ, സ്മോക്കിംഗ്, ഡയബറ്റീസ് മെലിറ്റസ്, ഒരുപാടുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് നോൺ മോഡിഫയബിൾ ആണ് ഏജ്, ജെൻഡർ, ഹെറിഡിറ്ററി, പ്രയോർ, സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക്. ഇതൊന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല. അതുകൊണ്ട് തന്നെ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ മുഴുവനും കണ്ടുവെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം എന്തെങ്കിലും കറക്ഷൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിന്റെ മുന്നേ ഉള്ള പാർട്സ് ഒക്കെ കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എന്താ പറയാ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ചാൻസ് ആണ് ഇനി നഴ്സസിന് വരാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്റ്റഡി വെൽ, ഹാവ് എ നൈസ് ഡേ.